Hi all, welcome to CUET PG 2024 question paper discussion series. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 5 ഓഫ് CUET PG 2024 സൈക്കോളജി ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. പാർട്ട് 4 വരെ നമ്മളൊരു ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. So here we'll be continuing from question number 37. The forgetting of new learning due to previously acquired material is called. നമ്മൾ മുമ്പേ പഠിച്ച ഒരു പോർഷൻ കാരണം പുതിയത് പഠിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫിനോമിനെ എന്ത് പേരിലാണ് നമ്മൾ വിളിക്കുക? ഇന്റർഫെറൻസ്, ഇന്റർപൊലേഷൻ, ഇന്റർലോക്യൂഷൻ, ഇന്ററാക്ഷൻ. വെരി ഈസി ഇന്റർഫെറൻസ്. ബാക്കി മൂന്ന് ടേംസും നമ്മൾക്ക് അത്ര സിമിലർ അല്ല, ഫെമിലിയർ അല്ല. ഓക്കെ, പിന്നെ റെട്രോആക്റ്റീവ് ഇന്റർഫെറൻസ് എന്താണ്, പ്രൊആക്റ്റീവ് ഇന്റർഫെറൻസ് എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. റിപ്പീറ്റഡ്ലി ആസ്ക്ഡ് ആണ്. Okay, which of the following is not a depth Q that is potentially available for only one eye? Questions ശ്രദ്ധിക്കുക, not ആണ് ട്ടോ ചോദിച്ചിരിക്കുന്നത്. അതായത് one eye വെച്ചിട്ട് പെർസീവ് ചെയ്യാൻ പറ്റാത്ത ഡെപ്ത് Q ഏതാണ്? ക്ലിയർ ആയിട്ട് ഓപ്ഷനിൽ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് എന്താണ്? ബൈനോക്കുലർ ഡിസ്പാരിറ്റി. മോണോക്കുലർ ആണ് one eye, ബൈനോക്കുലർ രണ്ട് കൈ, രണ്ട് കണ്ണ്. ബൈ അതാ ഓപ്ഷനിൽ തന്നെയുണ്ട്. സോ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഫസ്റ്റ് ഓപ്ഷൻ ഇസ് ദ റൈറ്റ് വൺ, ബൈനോക്കുലർ ഡിസ്പാരിറ്റി. ഇതിനെ തന്നെയാണ് നമ്മൾ റെറ്റിനൽ ഡിസ്പാരിറ്റി എന്നും പറയുന്നത്. ഓക്കെ, മോഷൻ പാരലാക്സ്, ലിനിയർ പെർസ്പെക്റ്റീവ്, ടെക്സ്ചർ ഗ്രേഡിയന്റ്, ഇതെല്ലാം മറ്റ് മോണോക്കുലർ ക്യൂസ് ആണ്. ഓക്കെ, ഇതെല്ലാം എന്താണ് എന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ടെക്സ്ചർ ഗ്രേഡിയന്റ് എന്താണ്? നമുക്ക് ദൂരെ നിന്ന് ഫൈനർ ആയിട്ട് കാണുന്ന ഒരു സർഫസ് അടുത്തെത്തുമ്പോൾ ഫൈനർ അല്ലാണ്ടാവുക. ഓക്കെ, അതുപോലെ ഈ മോഷൻ പാരലാക്സ് എന്താണ്, ലിനിയർ പെർസ്പെക്റ്റീവ്, മറ്റുള്ള എല്ലാ മോണോക്കുലർ ക്യൂസിന്റെയും ജസ്റ്റ് വൺ ലൈൻ ഡെഫിനിഷൻസ് എന്താണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇടയ്ക്ക് ഡെഫിനിഷൻസ് തന്നിട്ട് ഇത് ഏത് ക്യൂ ആണ് എന്ന് ചോദിക്കും. ഓക്കെ, ഈസി ആയിട്ട് ആകെ രണ്ട് ബൈനോക്കുലർ ക്യൂസേ ഉള്ളൂ, കൺവേർജൻസും റെറ്റിനൽ ഡിസ്പാരിറ്റി അഥവാ ബൈനോക്കുലർ ഡിസ്പാരിറ്റി. ഓക്കെ, ഇത് രണ്ടും ഒഴിച്ച് ബാക്കി ഏത് ചോദിച്ചാലും അത് മോണോക്കുലർ ഡിസ്പാരിറ്റി ആണ്. So binocular disparity ആകെ രണ്ടെണ്ണേ ഉള്ളൂ. അത് ഏതൊക്കെയാണ്? കൺവേർജൻസും retinal disparity. Psychological research on everyday human concerns reveals that സൈക്കോളജി റിസർച്ചുകളിൽ കണ്ടെത്തിയിട്ടുള്ളത് എന്താണ്, അല്ലെങ്കിൽ റിവീൽ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്താണ്? Such topics are too complex to study. Subjects will not volunteer for research on many topics. Common sense beliefs are not always true. Methods used in other sciences are not relevant to the study of human behavior. എന്നാണ് ഇത്. ഒരു കോമൺ സെൻസ് ക്വസ്റ്റ്യൻ ആണ്. ഭയങ്കര വാലിഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരു സെന്റൻസോ അല്ലെങ്കിൽ നമ്മളിപ്പോ ബ്രെയിനിന്റെ പാർട്സ് പോലത്തെ ക്വസ്റ്റ്യൻ ഒന്നും അല്ല. എന്തായിരിക്കും നിങ്ങളുടെയൊക്കെ ഒരു ഗട്ട് ഫീലിംഗ് എന്താണ്? നിങ്ങൾ എല്ലാവരും ഒന്ന് ഗസ് ചെയ്യുക. ആൻഡ് ദ റൈറ്റ് ആൻസർ ഹിയർ ഇസ്, രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ 1 and 3. അത് രണ്ടും കൊടുക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കില്ല. അതായത് എ ആൻഡ് ബി, എ ബി ആൻഡ് സി അങ്ങനെ ആയിരുന്നില്ല ഓപ്ഷൻ. ഒന്നേ ചൂസ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ബട്ട് ആൻസർ കീയിൽ ഇത് രണ്ടും ട്രൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. ശരിയാണ്, ഇവിടെ രണ്ടും ട്രൂ തന്നെയാണ്. സച്ച് ടോപ്പിക്സ് ആർ ടു കോംപ്ലെക്സ് ടു സ്റ്റഡി. ഡെയിലി ഹ്യൂമൻ ആക്ടിവിറ്റീസ് പഠിക്കുക എന്നത് കോംപ്ലെക്സ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് ട്രൂ ആൻഡ് തേർഡ് വൺ, കോമൺ സെൻസ് ബിലീവ്സ് ആർ നോട്ട് ഓൾവേസ് ട്രൂ. നമ്മൾ പൊതുവെ പറയുന്ന ഒരുപാട് കോമൺ സെൻസ് കുറെ മിഥ്യാധാരണകൾ തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിലൊരു എക്സാമ്പിൾ ആണ് നമ്മൾ എന്താണ്, ചൊട്ടയിലെ ശീലം ചുടല വരെ, അതായത് കുഞ്ഞിലെ പഠിച്ചത് മരിക്കണ വരെ എന്നുള്ളതൊക്കെ അതൊക്കെ സൈക്കോളജി ഡിസ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്താണ്, ലേണിംഗ് ക്യാൻ ബി ചേഞ്ച്ഡ്. നമ്മൾ ലേൺ ചെയ്തതിനെ മാറ്റി ലേൺ ചെയ്യാം, ബിഹേവിയറിൽ ചേഞ്ച് കൊണ്ടുവരാം, ബിഹേവിയർ മോഡിഫിക്കേഷൻ തെറാപ്പീസ് ഒക്കെ ഇല്ലേ. സോ ഓപ്ഷൻ 1 and 3 സ്റ്റാൻഡ്സ് ട്രൂ ഹിയർ. സോ നിങ്ങൾ ഏത് ടിക്കിട്ടാലും അത് വാലിഡ് ആണ്. Here's again match the following. വാലിഡിറ്റിയും അതിന്റെ ഡെഫിനിഷൻസും ആണ് സൈഡിലുള്ളത്. So first one is content validity. Content validity എന്താണ്? A systematic examination of tests to determine whether it covers a representative sample of behavior. നമ്മൾ എന്താണോ മെഷർ ചെയ്യാൻ, എന്ത് ബിഹേവിയർ ആണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ഇത് ഉൾക്കൊള്ളുന്നുണ്ടോ, കോണ്ടന്റ് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക. നെക്സ്റ്റ് ഇസ് കോൺകറന്റ് വാലിഡിറ്റി. That is ഇവിടെ ലിസ്റ്റ് 2-ൽ തേർഡ് വൺ, വാലിഡിറ്റി ഓഫ് എ ടെസ്റ്റ് വിത്ത് അനദർ മെഷർ മാപ്പിംഗ് സെയിം ബിഹേവിയർ. അതായത് ഇപ്പൊ ഞാനൊരു ഇന്റലിജൻസ് ടെസ്റ്റ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക.
ആ ഇന്റലിജൻസ് ടെസ്റ്റ് ഓൾറെഡി വാലിഡ് ആണ് എന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള മറ്റൊരു ഇന്റലിജൻസ് ടെസ്റ്റുമായി ഞാൻ കോറിലേറ്റ് ചെയ്ത് നോക്കണം അത് വാലിഡ് ആവുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, അതാണ് കോൺകറന്റ് വാലിഡിറ്റി. കമ്മിങ് ടു തേർഡ് വൺ, പ്രെഡിക്റ്റീവ് വാലിഡിറ്റി എന്താണ്? ഒരാളുടെ ഫ്യൂച്ചർ പെർഫോമൻസ് പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കുമോ? അതിവിടെ ഓപ്ഷൻ 4 ആണ്. എഫക്റ്റീവ്നെസ് ഓഫ് ടെസ്റ്റ് ഇൻ ഫോർകാസ്റ്റിംഗ് ആൻഡ് ഇൻഡിവിജ്വൽസ് പെർഫോമൻസ്. കമ്മിങ് ടു ഡി, ഇനി ഒരു ഓപ്ഷൻ നമുക്ക് ബാക്കിയുള്ളൂ. ഇപ്പോഴത്തെ ഫസ്റ്റ് വൺ, പെർട്ടൈൻസ് ടു വെദർ the test appears valid to examinees who take it. നമുക്കൊരു മെമ്മറി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മെമ്മറി ടെസ്റ്റ് പോലെ തോന്നുന്നുണ്ടോ? ഒരു ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതാണ് ഇന്റലിജൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ ഇതല്ലേ ഇന്റലിജൻസ് ടെസ്റ്റ്, ഒരു എന്താണ് നമുക്കൊരു കാണുമ്പോൾ ഉള്ള ഒരു നോട്ടം. പക്ഷെ ഇന്ന് ഫേസ് വാലിഡിറ്റി ഇന്ന് ഭയങ്കരമായി കൺസിഡർ ചെയ്യപ്പെടുന്നില്ല. പക്ഷെ കണ്ടന്റ് വാലിഡിറ്റിയുടെ അണ്ടറിൽ വരുന്നതായിട്ടാണ് ഫേസ് വാലിഡിറ്റിനെ പറയാറ്. ഓക്കെ, സോ ഇവിടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ഫസ്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ, ദ ഫസ്റ്റ് വൺ ഇസ് ദ റൈറ്റ് ആൻസർ. മാത്സ് ഫോളോയിങ് നിങ്ങൾ ആൻസേഴ്സ് എല്ലാം അറിയുമെങ്കിലും ഓപ്ഷൻസ് നോക്കുമ്പോൾ കൃത്യമായിട്ട് നോക്കണേ. ഞാനിപ്പോ ആൻസേഴ്സ് ഒക്കെ പറഞ്ഞു, ഓപ്ഷൻസ് നോക്കിയപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്. ഓക്കെ, സോ കൃത്യമായിട്ട് അറിയണതിൽ നമ്മൾ വെറുതെ കൊണ്ട് തെറ്റിച്ച് മാർക്ക് കളയരുതല്ലോ. സോ ഇത്തരത്തിലുള്ള മൈന്യൂട്ട് കാര്യങ്ങൾ ഹെവിലി കെയർഫുൾ ആയിരിക്കണേ. ഓക്കെ, നെക്സ്റ്റ് വൺ, information organized in LTM stores is aided by the reminders which direct memory search to appropriate parts of LTM repository. Question confusing ആയി തോന്നും. ഇത്രയേ ഉള്ളൂ. LTM ൽ നിന്ന് നമ്മൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് എടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഇതിനെ പറയുന്ന പേരെന്താണ്? ഓക്കെ, എയ്ഡിനെ, നമ്മൾ എയ്ഡ് ചെയ്യുന്നതിന്. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഞാനൊരു സാധനം 3 മാസം കൊണ്ട് എവിടെയോ സൂക്ഷിച്ചു വെച്ചു, അത് എവിടെയാണ് എന്ന് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്താണ്, ഞാൻ പൊതുവെ സൂക്ഷിച്ചു വെക്കാറുള്ള സ്ഥലങ്ങൾ ഓർക്കുക, അന്ന് പുറത്തു പോയി വന്നിട്ട് ഞാൻ എവിടെയായിരുന്നു വെച്ചത് എന്ന് ഓർത്തെടുക്കുക. അത്തരത്തിലുള്ള റിട്രീവൽ ക്യൂസ് നമ്മളെ LTM റിപ്പോസിറ്ററി. LTM വളരെ വലുതാണ്. അപ്പൊ ആവശ്യമുള്ള സമയത്ത് ഒരു ഇൻഫർമേഷൻ അതൊന്ന് പൂൾ ചെയ്തെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആണ്. ആ സമയത്ത് നമ്മൾ എയ്ഡ് ചെയ്യുന്ന എന്താണ്? റിട്രീവൽ ക്യൂസ് ആണ്. ഓക്കെ, ബാക്കിയുള്ള 3 ഓപ്ഷൻസും ഇവിടെ റെലവെന്റ് അല്ല. സോ ദ റൈറ്റ് ആൻസർ ഇസ് റിട്രീവൽ ക്യൂസ്. അറ്റൻഷൻ ഇൻഫ്ലുവൻസസ് മെമ്മറി ബൈ, വീണ്ടും കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. അറ്റൻഷൻ മെമ്മറിനെ ഒരിക്കലും ലിമിറ്റ് ചെയ്യില്ല. സോ എലിമിനേറ്റ്. ഡയറക്റ്റ് ചെയ്യോ? ഹോൾഡ് ചെയ്യാം. അറ്റൻഷൻ ഒരിക്കലും മെമ്മറിനെ എക്സ്റ്റിംഗ്വിഷ് ചെയ്യില്ല. ലിമിറ്റിംഗ് ഇറ്റ്, എക്സ്റ്റിംഗ്വിഷിംഗ് ഇറ്റ് സെയിം അല്ലേ? സോ എക്സ്റ്റിംഗ്വിഷിംഗ് കട്ട് ഓഫ് ചെയ്യുക. Fourth one is that enhancing. So ഇവിടെ എൻഹാൻസിങ്ങും കട്ട് ഓഫ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് പറഞ്ഞുതരാം. അറ്റൻഷൻ മെമ്മറി ടൈമിലല്ല എൻഹാൻസ് ചെയ്യുക. അറ്റൻഷൻ എപ്പോഴാണ്? ലേണിംഗ് സമയത്ത് അറ്റൻഷൻ കൂടിയാൽ അത് കൂടുതലായിട്ട് നമ്മൾ അപ്പ് ഹെൽപ്പ് ചെയ്യും. പക്ഷെ മെമ്മറിനെ എൻഹാൻസ് ചെയ്യില്ല. അറ്റൻഷൻ മെമ്മറിനെ ഡയറക്റ്റ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുക. സോ ഓൾ ദി അതർ 3 ഓപ്ഷൻസ് ആർ എലിമിനേറ്റഡ്. അറ്റൻഷൻ നമ്മുടെ മെമ്മറിനെ കൂടുതൽ ഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. According to B.F. Skinner, the basic mechanism for controlling human behavior. Okay, ഇവിടെ നമുക്ക് operant conditioning ആണ് B.F. Skinner കൊണ്ടുവന്നിരിക്കുന്ന മെത്തേഡ്. ജനറലൈസേഷൻ, എക്സ്റ്റൻഷൻ, ഇത് രണ്ടും നമ്മൾക്ക് വേണ്ട. കട്ട് ഓഫ്, പണിഷ്മെന്റ് ആൻഡ് റീഇൻഫോഴ്സ്മെന്റ്. ഇതിൽ കൺട്രോളിങ് ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയർ കൺട്രോൾ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്തൊരു ബിഹേവിയർ ഇല്ലാണ്ടാക്കുക എന്നുള്ള രീതിയിലല്ല കേട്ടോ ഇവിടെ ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് അത് മനസ്സിലാക്കുമ്പോൾ കുറച്ച് ക്രിട്ടിക്കൽ ആവേണ്ട ആവശ്യമുണ്ട്. ഇവിടെ കൺട്രോളിങ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് കാണുമ്പോൾ പലരും പണിഷ്മെന്റ് ആണ് ആൻസർ എന്ന് വിചാരിക്കും. ബട്ട് നോ, ബേസിക് മെക്കാനിസം ഫോർ എനി ഒരു ഹ്യൂമൻ ബിഹേവിയർ കൺട്രോൾ ചെയ്യാന്ന് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ നിലനിർത്താൻ. ഓക്കെ, ഒരാൾ പഠിക്കുന്നു, അപ്പൊ അയാളെ എന്നും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബിഹേവിയർ എന്നും അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ അയാളിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന എന്താണ്? അയാളെ റിവാർഡ് ചെയ്യുക, റെയിൻഫോഴ്സ് ചെയ്യുക. ഓക്കെ, സോ റൈറ്റ് ആൻസർ റെയിൻഫോഴ്സ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, യെസ്, ദ റൈറ്റ് ആൻസർ ഇസ് റെയിൻഫോഴ്സ്മെന്റ്. ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നല്ല രീതിയിൽ വായിക്കുക. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡിന്റെ ആ ഒരു പ്രോസസ്സിനെ ഒന്ന് കറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ടാസ്ക്. സോ ഫസ്റ്റ് ഓപ്ഷൻ ഇസ് സെലക്ട് n cases randomly, determine the size of the present population, decide on sample size, identify sampling units in the population. So first present populationന്റെ സൈസ് അറിയണം. ഇത് എത്ര വലിയ പോപ്പുലേഷൻ ആണ് എന്ന് നമ്മൾ അറിയണം. ഓക്കെ, സോ B stands first. B ഫസ്റ്റ് വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. സെക്കൻഡ് വൺ ഇസ് ഈ ഒരു
സാമ്പിളിംഗ് യൂണിറ്റിൽ നിന്ന് നമ്മൾക്ക് ഈ ഒരു എത്ര പേര് സാമ്പിൾ ചെയ്യാൻ പറ്റും എന്നുള്ളത്, ഐഡന്റിഫൈ ദ സാമ്പിളിംഗ് യൂണിറ്റ്സ് ഇൻ ദ പോപ്പുലേഷൻ. ഇപ്പൊ ഒരു പോപ്പുലേഷനിൽ 1000 പേരുണ്ടെങ്കിൽ അതിൽ എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം, വികലാംഗരുണ്ടായിരിക്കാം, ഹാൻഡിക്യാപ്പ് ആയിരിക്കാം. ഓക്കെ, സോ എത്ര സാമ്പിളിംഗ് യൂണിറ്റ്സ് അവൈലബിൾ ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, ദാറ്റ് സ്റ്റാൻഡ്സ് ആസ് എ സെക്കൻഡ് പ്രോസസ്. സോ ബി ഡി ഉള്ളത് സെക്കൻഡ് ഓപ്ഷനിൽ മാത്രമാണ്. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് ഇസ് എത്ര സാമ്പിൾ സൈസ്, നമ്മൾ എത്ര പേരിലാണ് ചെയ്യുന്നത്, 50 പേരിലാണോ, 100 പേരിലാണോ, 200 പേരിലാണോ, നമ്മൾക്ക് അവൈലബിൾ ആയ സാമ്പിളിംഗ് യൂണിറ്റ്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സാമ്പിൾ സൈസ് ഫിക്സ് ചെയ്യുക. ആൻഡ് ഫൈനലി അതിൽ ആ ഒരു സാമ്പിളിൽ നിന്ന് റാൻഡം ആയിട്ട് ആൾക്കാരെ ചൂസ് ചെയ്യുക. ദാറ്റ് ഇസ് ഫസ്റ്റ് ഓപ്ഷൻ, സെലക്ട് n കേസസ്. സോ ഇവിടെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ഡി സി എ. ആദ്യം ഓക്കെ, ജസ്റ്റ് അഗൈൻ ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യാണ്. Determine the size of population, identify sampling units in population, decide on sample size, and select n cases randomly. Parul remembers things from the past very well, but cannot incorporate present events into her memory. He is suffering from. Question ശ്രദ്ധിച്ചു വായിക്കുക. എന്താണ് മുമ്പത്തെ പാസ്റ്റിലെ കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുക്കാൻ അല്ലെങ്കിൽ ഓർമ്മയിലുണ്ട്, പക്ഷെ പുതുതായി സംഭവിക്കുന്നത് ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഓക്കെ, ഏത് തരത്തിലുള്ള അംനീഷ്യ ആണ്? സോ ഇവിടെ ഇന്റർഫെറൻസ് അല്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം എന്താണ്, ഇന്റർഫെറൻസ് ലേണിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോ പ്രൊആക്റ്റീവ് ഇന്റർഫെറൻസും റെട്രോആക്റ്റീവ് ഇന്റർഫെറൻസും നിങ്ങൾ കട്ട് ഓഫ് ചെയ്യുക. ഇത് മെമ്മറി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇവിടെ ആൻസർ വരിക ആൻട്രോഗ്രേഡ് അംനീഷ്യ ആണ്. പുതിയ മെമ്മറീസ് ഫോം ചെയ്യാൻ പറ്റാത്തത് ആൻട്രോഗ്രേഡ് അംനീഷ്യ ആണ്. ആൻഡ് അധിക സമയവും ഹിപ്പോ ക്യാമ്പസിൽ എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുന്നത് കൊണ്ടാണ് ആൻട്രോഗ്രേഡ് അംനീഷ്യ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റെട്രോഗ്രേഡ് അംനീഷ്യ. പുതിയ മെമ്മറീസ് ഫോം ചെയ്യാം, പക്ഷെ പഴയതൊന്നും ഓർമ്മയില്ലെങ്കിൽ അത് റെട്രോഗ്രേഡ് അംനീഷ്യ ആണ്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഹിയർ ഇസ് ആൻട്രോഗ്രേഡ് അംനീഷ്യ. സോ വിത്ത് ദാറ്റ് നമ്മൾ ഈ ഒരു പാർട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഫർദർ ക്വസ്റ്റ്യൻസ് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ നെക്സ്റ്റ് പാർട്ട്. സോ CUET PG കോച്ചിങ്ങിന്റെ ഫർദർ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.